കണ്ണൂർ കീഴ്പള്ളി വട്ടപ്പറമ്പിൽ കാട്ടാന ഇറങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. ആറളം ഫാമിന് സമീപത്തെ ജനവാസ മേഖലയിൽ ഏറെ നേരം ആന തമ്പടിച്ചു. RRTയും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തി. ആദ്യമാ ദൃശ്യങ്ങൾ കാണാം. അതിന്റെ പഴയ വഴി തന്നെ വരും. ആ കുണ്ടില് വീണു. ആന വീണടാ. ഇങ്ങോട്ട് വന്നോളം പറ. എടാ അതിന്റെ ചൂണ് എന്തോ പറ്റിയടാ. എടാ എന്തോ പറ്റിയടാ. ഫ്രണ്ടിൽ പറഞ്ഞാ ഇവിടുന്ന് വെട്ട ഓഫാക്കിട്ട് മാറിയിട്ടു. അരുൺ പൂപ്പറമ്പ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ആറളം ഫാമിലെ കാട്ടാന ഭീതി അത് അവസാനിക്കുന്നില്ല. രണ്ടുപേരുടെ മരണമൊക്കെ നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞതാണ്. അതിനുശേഷം അവിടെ എന്ത് പരിഹാരം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നതുമാണ്. പിന്നീടൊന്നും കേട്ടതുമില്ല, കണ്ടതുമില്ല. ഇപ്പോൾ ഇതാ ഈ കാട്ടാന വീണ്ടും ആ ജനവാസ മേഖലയിൽ എത്തി എന്നറിയുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആനയെ ജനവാസ മേഖലയിൽ തുരത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിന്, ഇത് ആറളം ഫാം അല്ല, പക്ഷെ ആറളം ഫാമിനോട് തൊട്ട് സമീപമുള്ള ഒരു പ്രദേശമാണ് കീഴ്പള്ളി വട്ടപ്പറമ്പ് എന്ന് പറയുന്നത്. നിരവധി വീടുകളുള്ള ജനവാസ മേഖലയാണ്. അവിടെയാണ് ഇന്നലെ രാത്രി 11 മണിയോടെ ഈ കാട്ടാന എത്തിയത്. അതിനുശേഷം ഏറെ നേരം ഈ ജനവാസ മേഖലയിൽ കാട്ടാന തമ്പടിച്ചു. അവിടുത്തെ റോഡുകളിൽ അതോടൊപ്പം തന്നെ വീടുകൾക്ക് സമീപമെല്ലാം ഈ കാട്ടാന എത്തി. ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാരും RRT സംഘവും ചേർന്ന് ഈ കാട്ടാനയെ വനമേഖലയിലേക്ക് തുരത്തിയത്. 11 മണിക്ക് വന്ന കാട്ടാന ഏകദേശം 1:30 വരെ അവിടെ തമ്പടിച്ചു എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആറളം ഫാമിൽ നിന്നും ഈ കാട്ടാനകളെ തുരത്തുന്ന നടപടികൾ തുടരുകയാണ്. അവിടെ നിന്ന് തുരത്തുന്ന ചില കാട്ടാനകൾ ദിശ മാറി ഇത്തരം ജനവാസ മേഖലയിൽ, അതായത് സമീപ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലേക്ക് വരുന്നു എന്ന പരാതി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രിയും ഈ കാട്ടാന എത്തിയത് എന്ന ഒരു പരാതിയാണ് നാട്ടുകാർ എന്തായാലും പറയുന്നത്. ഇപ്പോൾ പ്രജി സൂചിപ്പിച്ചതുപോലെ തന്നെ ആറളം ഫാമിലും സമീപ പ്രദേശങ്ങളിലെല്ലാം ഈ കാട്ടാനയുടെ ഭീതി പൂർണ്ണമായും ഒഴിയുന്നില്ല. വനം വകുപ്പ് അതിന്റെ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ആ ആശങ്ക ഒഴിയുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ രാത്രിയും ഉണ്ടായത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.